ഇങ്ങനെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും ഞാൻ പൊതുവിൽ ഔപചാരികതകളില്ലാതെയാണ് എല്ലായിടത്തും സംസാരിക്കാറുള്ളത്. നമുക്ക് ഔപചാരികതകളൊക്കെ വെച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ധർമ്മത്തിനുണ്ടാവുന്ന പ്രശ്നം ഈ സ്റ്റേജിൻ്റെ പോലെയാണ്. പറയുന്ന ആള് ഒരു ഹൈറ്റിൽ ഇരുന്ന് പറയും, കേൾക്കുന്ന ആൾക്കാർ താഴെ ഇരുന്ന് കേൾക്കും. അപ്പൊ ഇത് എയറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലാതെ നമ്മുടെ ആൾക്കാരിലേക്ക് എത്താറില്ല. ഞാൻ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരെയും കാണാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് മാത്രം കരുതിയാൽ മതി. വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റും താമസിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം തന്നെ. കാരണം മലബാറിനെ സംബന്ധിച്ച് യഥാർത്ഥ ഒരു ദ്രാവിഡമായിട്ടുള്ള ആരാധന നടക്കുന്ന ഒരു സ്ഥലം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരമ്പരാഗത രീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ആരാധനാ സമ്പ്രദായത്തെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് മലബാറാണ്. ഞാൻ മലബാറിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് അടുത്തായിട്ട് വരും. കുറെ ആൾക്കാരുടെ വിചാരം എൻ്റെ ഗുരുവായൂരാണെന്നാണ്. എനിക്ക് ഗുരുവായൂരായിട്ട് ഗുരുവായൂരപ്പൻ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ബന്ധമുള്ള ബന്ധം എനിക്കുണ്ട് എന്നല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന പോലും ഗുരുവായൂരല്ല. അപ്പോ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് മലബാർ. മലബാറിലാണ് കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് 3 പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നതിൽ 3 മലബാറിലായിരുന്നു. അതിൽ ഞാനിപ്പോ ഈ അടുത്ത് ഇവിടെ അക്കോടി അടുത്ത അമ്പലത്തിൽ തൈപ്പൂയത്തിന് എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ വന്നിരുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയില്ല, അത് വേറെ കാര്യം. എന്നാലും ചോദിക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് വലിയ ദൂരമില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് വഴി മിസ്സായി. കാരണം ഞാൻ അന്ന് വന്നത് ട്രെയിനിൽ ഇറങ്ങി അവരെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വഴി അറിയില്ലായിരുന്നു. അപ്പൊ മലബാറിന്റെ ഒരു പ്രത്യേകത അതാണ്. ആരാധനാ സമ്പ്രദായങ്ങളിൽ മലബാറിന്റെ ആരാധന എപ്പോഴും വേറിട്ട് നിൽക്കുന്നതും സ്വന്തമായിട്ടുള്ള വ്യക്തിത്വമുള്ളതുമാണ്. അതിൽ തന്നെ പരദേവത ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള മണ്ണാണ് ഈ മണ്ണ്. പരദേവത എന്നാണ് പറയുക, അല്ലെ? നമുക്കിവിടെ ഓരോ സങ്കല്പത്തിലുള്ള മൂർത്തി ഉണ്ടെങ്കിലും പൊതുവിൽ എല്ലാ ആളുകൾക്കും പരദേവതയുണ്ട്. കുടുംബത്തിന്റെ ദേവതയായിരിക്കും, ചിലപ്പോൾ ദേശത്തിന്റെ ദേവതയായിരിക്കും. അങ്ങനെ ദേശത്തിന്റെ ദേവതയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ പേര് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യും. നമ്മൾ അതിനെ ഭരദേവത എന്ന് വിളിക്കാറുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ. ഭരിക്കുന്ന ദേവത എന്നാണ് അതിന്റെ അർത്ഥം. ആ ദേശത്തിന്റെ രാജാവാണ് അവിടെ ഇരിക്കുന്ന ആള്. അദ്ദേഹത്തിന് കീഴിലാണ് ആ ദേശം മുഴുവൻ. അതുകൊണ്ട് ഭരിക്കുന്ന ദേവത എന്നുള്ള സങ്കല്പത്തിൽ ചില സ്ഥലങ്ങളിൽ ഭരദേവത എന്നും പറയാറുണ്ട്. ഈ ഭരദേവതമാർക്കും പരദേവതമാർക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണക്കെടുക്കട്ടെ, നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഗുരുവായൂരപ്പനോട് ഇഷ്ടമുണ്ട്? ഒന്ന് കൈവക്കൂ. ആഹാ, ഇനി ഞാൻ ഓരോരുത്തരുടെയായിട്ട് എണ്ണുമ്പോൾ ഞാൻ പൊതുവിൽ എല്ലായിടത്തും ഗുരുവായൂരപ്പനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് അത് മാത്രം ചോദിച്ചൊന്ന് കരുതരുത്. പൊതുവിൽ ഇപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൈപൊക്കും, മഹാദേവൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൈപൊക്കും, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൈപൊക്കും, ഗണപതി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൈപൊക്കും. ഈ ഒരു സങ്കല്പത്തെ നമ്മൾ പൊതുവിൽ വിളിക്കുക ഇഷ്ടദേവത എന്നാണ്, അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദേവതയാണ് ഇഷ്ടദേവത. ഈ ഇഷ്ടദേവതയോടുള്ള ഇഷ്ടം നമ്മൾ എപ്പോഴോ തിരിച്ചറിയും, ആണല്ലോ. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പീരീഡില് ഒരു സമയത്ത് നമുക്ക് ഒരു മൂർത്തിയോട് മാത്രം, ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം എന്തോ ഒരു പ്രത്യേക അനുഭൂതി തോന്നുന്നു. അവിടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച പോലെ തോന്നുന്നു എന്നൊക്കെ കുറെ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പൊ ഗുരുവായൂരൊക്കെ അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഗുരുവായൂരിന് പോയി വന്നാൽ സമാധാനമായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒന്ന് വടക്കുന്നാഥനിൽ പോയാൽ, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോയാൽ, തിരുമാന്താംകുന്ന് പോയാൽ, വളയനാട് പോയാൽ ഒക്കെ സമാധാനം കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇഷ്ടദേവതാ സങ്കല്പങ്ങളാണ്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടദേവതയെ നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആണോ അല്ലയോ? ആണ്. നമുക്കിഷ്ടം ഗുരുവായൂരപ്പനാണ്, ശരി, ഗുരുവായൂരപ്പൻ. പക്ഷെ 2 കൂട്ടരെ, പ്രധാനമായിട്ട് ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ അയാളെ ആരാധിക്കാൻ സ്വമേധയാ വിധിക്കപ്പെടുന്നു എന്നാണ്. ആരെ? പരദേവതയെ. പരദേവത നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ കൂടെ വരുന്ന ഒരാളല്ല. പരദേവത നമ്മൾ ജനിക്കുന്ന കുലത്തിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ
അയാളുടെ തെരഞ്ഞെടുപ്പ് നമുക്കില്ലെങ്കിലും, ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അണ്ടർലൈൻ ഇട്ട് കേൾക്കണം, നിങ്ങൾ ഇഷ്ടദേവതയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഒരു പൊടി മുകളിൽ പരദേവതയ്ക്ക് സ്ഥാനം കൊടുക്കണം എന്ന് തന്നെയാണ് ധർമ്മം പറയുന്നത്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് മഹാദേവനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷേ പരദേവത അല്ലെങ്കിൽ ദേശദേവത ചെറുതും മഹാക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വലുതുമാണെന്നുള്ള ചിന്ത എപ്പോ നമുക്ക് വരുന്നോ അപ്പോൾ നമ്മൾ ധിക്കരിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയാണ്. ആണല്ലോ? ആണ്. ഇപ്പോ എൻ്റെ അച്ഛൻ്റെ തറവാട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ തറവാട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ നാട്, എൻ്റെ അമ്മയുടെ നാട്, ഇവിടെയൊക്കെ ഓരോ മൂർത്തികളുണ്ട്, ഓരോ ദൈവങ്ങളുണ്ട് അല്ലേ? എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് അതിൽ ഞാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവരുപാസിച്ചിരുന്ന ദേവത എൻ്റെയും ദേവതയായിട്ട് മാറി, എൻ്റെ പരദേവത അല്ലെങ്കിൽ എൻ്റെ കുടുംബ ദേവതയായിട്ട് മാറി. ഞാൻ തിരഞ്ഞെടുത്താണോ? അല്ല, സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ്. അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ, നമ്മുടെ ആധ്യാത്മിക ജീവിതം പഠിച്ചു തുടങ്ങുമ്പോൾ, നമുക്ക് ആദ്യം നമ്മൾ ചിലപ്പോൾ പോയിട്ട് നമ്മുടെ ആദ്യത്തെ അന്നപ്രാശ്യം ചോറൂണ് പോലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക അതാത് നാട്ടിലെ പരദേവതാ ക്ഷേത്രങ്ങളിലായിരിക്കും. അങ്ങനെ വേണമെന്നാണ് വിധി. നിങ്ങൾക്ക് ഗുരുവായൂർ നേർച്ച ഉണ്ടാവും ചോറ് കൊടുക്കാമെന്ന്, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ മുമ്പ് പോയിട്ട് ചോറ് കൊടുക്കണം. പക്ഷേ പെറ്റമ്മയ്ക്ക് തുല്യമായിട്ടൊരാള് അല്ലെങ്കിൽ സ്വന്തം അച്ഛന് തുല്യമായിട്ടുള്ള ഒരാള് ആ ദേശത്ത് ഉണ്ടായിരിക്കും. ആ ദേശത്തെ ദേവത, ദേവനോ ദേവിയോ ആരോ ആയിക്കൊള്ളട്ടെ, അവിടെ ചെന്ന് ആ കുട്ടിയെ കാണിച്ചിട്ട് വേണം മറ്റു ദേവതകളെ കാണിക്കാൻ എന്ന് പൊതുവിൽ പറയാറുണ്ട്. കാരണം എന്താ? നിങ്ങൾ 5 മണിക്കൂറും 6 മണിക്കൂറും ക്യൂ നിന്ന് കാണുന്ന ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് സുലഭമായിട്ട് ഇവിടെ കാണാം. എന്ത് ചെയ്താൽ മതി? ഇതിനകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചാൽ മതി. സിമ്പിളാണ്. ചില ആൾക്കാരുണ്ട് എന്നോട് പറയാറുണ്ട്, വ്യാസം ഞാൻ വടക്കുന്നാഥനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വളയനാട് പോകുമ്പോൾ എനിക്ക് അകത്ത് ഇരുന്ന് കാണുന്നത് ദേവിയല്ല ഗുരുവായൂരപ്പനെയാണ്. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ചില ആൾക്കാർ ഗുരുവായൂരപ്പനല്ല, വേറെ ചില ആൾക്കാരൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഒരമ്മയുണ്ട്, ആ അമ്മ ഞാൻ ഇടയ്ക്ക് ഗുരുവായൂർ പോകുമ്പോൾ കാണുവരെ അവര് ആ ദീപസ്തംഭത്തിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ കൂപ്പിയിട്ട് ഉറക്കകത്തേക്ക് നോക്കി വിളിക്കും അമ്മേന്ന്. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയോ നമുക്ക് തോന്നുന്നു. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിലുള്ള അദ്വൈത ബോധം, എല്ലായിടത്തും ഇരിക്കുന്നത് എൻ്റെ അമ്മയാണെന്നുള്ള ഉറച്ച ബോധമാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ നമസ്കരിക്കുക, അങ്ങനെ ഒരു ചിന്തയൊക്കെ വരും. എനിക്കിപ്പോൾ എല്ലായിടത്തും പോയാൽ ഓരോരുത്തരെ കാണണേ. നമുക്ക് പല ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഏതോ ഒരു തലത്തിൽ നമ്മൾക്ക് ആ മൂർത്തിയുമായിട്ട് വളരെയധികം ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നിടത്തൊക്കെ ആ മൂർത്തി നമ്മൾ കാണുള്ളൂ. എവിടെ പോയാലും പ്രധാന ശ്രീകോവിലിൽ ഇപ്പോ ആ ക്ഷേത്രത്തിൽ ആ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ പ്രധാന ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ആ ദൈവത്തിന്റെ പേര് വിളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പോഴും. അതിൽ തന്നെ പരദേവതയ്ക്ക് സ്ഥാനം കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോ സയൻസ് പറയുകയാണെങ്കിൽ DNA എന്ന് പറഞ്ഞ സാധനമുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? നമ്മുടെയൊക്കെ പാരമ്പര്യം നിശ്ചയിക്കുന്നത് DNA നോക്കിയിട്ടാണ്. ഈ DNAയിലുള്ള ആളാണ് ആര്? പരദേവത. നമ്മുടെ ഓപ്ഷൻസ് അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആര്? ഇഷ്ടദേവത. അപ്പൊ പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയതാണോ വലുത്, നമ്മൾ തിരഞ്ഞെടുത്തതാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പൈതൃകമായി കൈമാറി 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 കിട്ടിയത് തന്നെയാണ് വലുത്. ആ അറിവിന് ചിലപ്പോൾ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ വലിയ വലിയ ശ്രീകോവിലൊന്നും ഉണ്ടാവില്ല, കുറെ സ്വർണമാലയും കിരീടവും ഒന്നും ഉണ്ടാവില്ല, വലിയ സ്വർണ്ണ ഉരുളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇൻ കേസ് ചിലപ്പോൾ പുറത്ത് മഹാക്ഷേത്രം എന്ന് പറയുന്ന ബോർഡ് ഉണ്ടാവില്ല, എങ്കിലും അത് തന്നെയാണ് വലുത്.